സോ നമുക്കിന്ന് എക്സാം വൈ ഫാമിലി മീറ്റിന്റെ പാർട്ടായിട്ട് നമ്മളുടെ കൂടെ ഒരു മിടുക്കി കുട്ടി ഇവിടെ ഉണ്ട്. സോ ആളുടെ എക്സാം വൈന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും അതുപോലെ നമുക്ക് നമ്മളുടെ സ്റ്റുഡൻസിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തും എന്തൊക്കെയാണ് ഇത് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. സോ എന്താ പേര് വരുന്നത്? അതെയാ. ഹാദിയോ. ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇതില് 6th പഠിക്കണേ. ശരിക്കും 5th. ഓക്കെ. ഫിഫ്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മളെ ഫൗണ്ടേഷനിൽ ആള് സിക്സ് സ്റ്റാൻഡേർഡ് ആണ്. സോ അതൊരു വലിയ പ്രോഗ്രസ് ആണ്. നമ്മളിപ്പോ ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡുള്ള സ്റ്റുഡന്റ് സിക്സ്ത് ക്ലാസ്സിൽ ഇതെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത്. സോ എക്സ് ആൻഡ് വൈ ഫാമിലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അടിപൊളിയാണ്. ഏറ്റവും ഇഷ്ടമുള്ള ആരാണ് എക്സ് ആൻഡ് വൈയില്? അസീം സാറായിരുന്നു. പക്ഷെ ആള് പോയി. ഓക്കെ. അസീം സാർക്ക് കൂടെ വേണ്ടിയിട്ടാണ് അസീം സാറിനെ ഒരുപാട് മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അസീം സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മെഡിക്കൽ കുട്ടി കൂടെയാണ്. ആരാണ് നമ്മളുടെ മെന്റർ ആയിട്ട് വരുന്നത്? സാദിയമ്മ. അതെ, മാം ആണ് അല്ലേ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സസ് ഒക്കെ, അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈന്റെ കൂടെയുള്ള ഇത്രയും കാലത്തെ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഓക്കെ. സോ യെസ്, നമുക്ക് ആളുടെ അമ്മയുടെ അടുത്ത് നിന്ന് നമുക്ക് കാര്യങ്ങൾ കേൾക്കാം. ഇപ്പം കുട്ടികളെ നിങ്ങൾക്ക് നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും, പിന്നെ നമ്മൾ ഈ ഒരു ഇവന്റിൽ പുതുതായിട്ടുള്ള പാരന്റ് ആപ്പ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും കുട്ടികളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണെങ്കിലും അവരുടെ സ്റ്റഡീസ് എല്ലാം മാനേജ് ചെയ്യാനാണെങ്കിലും. ഈവൻ ദോ എങ്ങനെ ഉണ്ടായിരുന്നു ആളുടെ ഇത്രയും കാലത്തൊരു ജേർണി സ്റ്റുഡന്റിന്റെ? ആൾക്ക് ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രോഗ്രസ് ഉണ്ട്. ഇപ്പം സ്കൂളില് 5th പഠിക്കണെങ്കിലും ഇവിടെ കൂടെ 6th പോർഷൻസ് വന്നപ്പോൾ ആദ്യം രണ്ടും കൂടി മാനേജ് ചെയ്യാനായിട്ട് ഒരു ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ ആള് പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, സ്കൂളിനേക്കാൾ കൂടുതൽ ഇതിനാണ് ആള് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് വർക്കുകൾ വന്നാലും ഇത് മാക്സിമം കവർ ചെയ്ത് പോവാൻ നോക്കുക. ഓക്കെ. സോ ആൾക്കത് കൂടാതെ തന്നെ NSMCയിൽ ഇപ്പം 4th റാങ്ക് കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വെരി ഹാപ്പി ആണ്. നമ്മളെ സിക്സ് സ്റ്റാൻഡേർഡുള്ള ഒരാള്, ഫിഫ്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരാള് സിക്സ് സ്റ്റാൻഡേർഡുള്ള അതും NSMCക്ക് നമുക്ക് 4th റാങ്ക് കിട്ടുക എന്ന് പറയുന്നത് റിയലി അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു തിങ് ആണ്. ഓക്കെ. ആളുടെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുന്നില്ലേ? ഉഷാറായി പോകുന്നു. എക്സാമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മളെ മെന്റേഴ്സ് ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? എക്സ് ആൻഡ് വൈ ഫാമിലിയിൽ വന്നപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഒരു ഒരു ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ള ഒരു നിലയ്ക്കല്ല, നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ. നല്ല സപ്പോർട്ടീവാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാനും, അഥവാ നമ്മൾക്ക് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിക്കാനായാലും, പെൻഡിങ് വർക്ക് വരാതെ നോക്കാനായിട്ട് നമ്മളെക്കാളും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരാണ്. എന്തുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാനും പറയാനും, നമുക്ക് എന്ത് സന്തോഷമായാലും വിഷമായാലും എന്തായാലും വിളിച്ച് പറയാനും, അങ്ങനെ എല്ലാത്തിനും നല്ലൊരു ഫ്രണ്ടായിട്ടാണ് നമ്മുടെ മാം, സാദിയ മാമാണ് മെന്ററായിട്ട് വരുന്നത്. ആള് ഭയങ്കര സപ്പോർട്ടീവാണ് എന്ത് കാര്യത്തിൽ. ഓക്കെ. സോ മെന്റേഴ്സിന്റെ ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് നമുക്ക് പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഓക്കെ. സോ എങ്ങനെയാണ് ഇപ്പം സ്റ്റുഡൻസിന്റെ അടുത്ത്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്താണ് എക്സാം വൈനെ കുറിച്ച് പറയാനുള്ളത് മോൾക്ക്? ഇതിൽ ചേർന്നാ പിന്നെ കൂടുതലായിട്ട് ഇത് നമുക്ക് പഠിക്കാനും കിട്ടും. പിന്നെ നമുക്ക് റെക്കോർഡുള്ള ക്ലാസ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കാണാം. പിന്നെ മാം രാവിലെ തന്നെ എണീറ്റ് ഇതൊക്കെ കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ അയച്ചിടും. സൂപ്പറാണ്. അപ്പം അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്? മാ- ഓക്കെ. ഓക്കെ. സോ തൽ ആൾക്ക് ഇപ്പോൾ 5th സ്റ്റാൻഡേർഡിലായാലും അവിടെ സ്കൂളിൽ മറ്റേ ക്വിസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സബ് ജില്ലാതല ക്വിസിൽ വന്നപ്പോൾ, അതായത് UP ക്ലാസ്സിൽ നമ്മുടെ സബ് ജില്ലയിൽ ആൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ഫിഫ്ത്ത് അപ്പോൾ 7th വരെയുള്ള പിള്ളേരുടെ ഒപ്പം അനുസരിച്ചിട്ട് ആൾക്ക് ഫസ്റ്റ് കിട്ടി. അവിടെ തന്നെ എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കുറേ പേര് വന്ന് കണ്ടു. ആരുടെ മോള് ഇത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ 7ാം ക്ലാസ്സുകാരുടെ ഒപ്പം മത്സരിച്ചിട്ട് ഫസ്റ്റ് കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൗതുകമായിരുന്നു. അന്നേരം കുറേ പേര് വന്ന് പരിചയപ്പെട്ടിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. അന്ന് തന്നെ മാമിന്, സാദിയ മാമിനെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു സന്തോഷമൊക്കെ അറിയിച്ചു. അപ്പം മാമിന് ഭയങ്കര സന്തോഷമായി. സോ ഭയങ്കര നമുക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആളിപ്പോൾ NSMCയിലാണെങ്കിൽ 4th റാങ്ക് ആണ് വരുന്നത്. ടെസ്റ്റസിലെല്ലാം തന്നെ ഫസ്റ്റ് റാങ്ക് എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയ കാര്യം, ആൾക്ക് സബ് ജില്ലയിലേക്ക് നല്ലൊരു രീതിയിൽ തന്നെ മൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം. സോ ഇനിയും എക്സാം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക, നല്ലൊരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ താങ്ക് യു.